മുണ്ടക്കയം പോലീസ് സ്റ്റേഷന് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2,10 ലക്ഷം രൂപയുടെ അനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അറിയിച്ചു. കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് മാർച്ച് 1-ാം തീയതി വൈകിട്ട് 4 മണിക്ക് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. ആന്റോ ആന്റണി MP, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദാർവേസ് സാഹിബ് IPS, ADGP മനോജ് എബ്രഹാം IPS, സൗത്ത് സോൺ IG ശ്യാം സുന്ദർ IPS, എറണാകുളം റേഞ്ച് DIG സതീഷ് ബിനോ IPS, ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് IPS, DYSP M അനിൽകുമാർ തുടങ്ങി സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പങ്കെടുക്കും. 3 നിലകളിലായി 7000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലോ ആൻഡ് ഓർഡർ വിഭാഗവും SHO, SI, റൈറ്റർ എന്നിവർക്ക് പ്രത്യേക മുറികൾ, കമ്പ്യൂട്ടർ റൂം എന്നിവയും ട്രാൻസ്ജെൻഡർ ലോക്കപ്പ് ഉൾപ്പെടെ 3 ലോക്കപ്പുകളും ഉണ്ടാകും. കൂടാതെ സന്ദർശക മുറി, പാർക്കിംഗ് ഏരിയ, വിസിറ്റേഴ്സിനും അംഗപരിമിതർക്കുമുള്ള ടോയ്ലറ്റ്, ആംസ് റൂം മുതലായവയാണ് പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകുക. 1-ാമത്തെ നിലയിൽ ക്രൈം സെക്ഷൻ വിഭാഗമാകും പ്രവർത്തിക്കുക. അതിൽ ക്രൈം SI, ASI, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ഓഫീസ് മുറികൾ, ഇൻട്രേഷൻ റൂം, തൊണ്ടി റൂം, റെക്കോർഡ് റൂം, ടോയ്ലറ്റ് മുതലായവ ഉണ്ടാകും. 2-ാം നിലയിൽ ജനമൈത്രി ഹാൾ, റിക്രിയേഷൻ റൂം, പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള വിശ്രമ മുറി എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സർക്കാർ ഏജൻസിയായ കേരള പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയാണ് പുതിയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുവാൻ സ്ഥലം നിശ്ചയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.